ഹെവൻലി മെഡിസിൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്തുകൊണ്ടാണ് ചിലരിൽ നടക്കുമ്പോൾ തുട ഉരസുന്നതും പൊട്ടുന്നതും? ഇത് അധികമാരും കേൾക്കാത്തൊരു സബ്ജക്റ്റാണ്. ഇത് ഹെവൻലി മെഡിസിൻസിൻ്റെ മാത്രം ഒരു പ്രത്യേകത ചികിത്സാ രീതിയാണ്. എന്തുകൊണ്ടായിരിക്കും നടക്കുമ്പോൾ തുടകൾ ഉരസുന്നത്? 3 കാരണങ്ങൾ ഇത് മൊത്തത്തിലുണ്ട്. ഒന്നാമത്തെ കാരണം ശരീരത്തിൽ നീര് വരുന്നവരുടെ നീരുണ്ടാകുന്ന അവസ്ഥയിൽ തുടകൾ കൂട്ടിമുട്ടാം. രണ്ടാമത്തെ കാരണം ചില മരുന്നുകളുടെ സ്റ്റിറോയിഡ്സ് കലർന്ന മരുന്നുകൾ കഴിക്കുന്നവരിൽ തുടകൾ കൂട്ടിമുട്ടാം. മൂന്നാമത്തെ കാരണം ദഹന ആഗീരണ വിസർജന പ്രക്രിയയുടെ താളം തെറ്റൽ മൂലം തുടകൾ കൂട്ടിമുട്ടാം. ഇങ്ങനെയാണ് ഭൂരിഭാഗം പേരിലും തുടകൾ കൂട്ടിമുട്ടുന്നത്. അവരുടെ കാലുകൾ നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഇങ്ങനെ നടക്കുന്നതിന് പകരം അവരുടെ കാലുകൾ ഇങ്ങനെ സൈഡിലേക്ക് തിരിയുമ്പോൾ അവരുടെ തുടകളുടെ പിറകുവശം മുമ്പിലേക്ക് വരികയും ആ ഭാഗമാണ് കൂട്ടിമുട്ടുന്നത്. അപ്പോൾ 3 കാരണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. മറ്റു കാരണങ്ങളുണ്ടാവാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. തുടകൾ കൂട്ടിമുട്ടുന്നത് വണ്ണം കൂടിയവരിലും മാത്രമല്ല തുടകൾ കൂട്ടിമുട്ടുന്നത്, വണ്ണം കുറഞ്ഞവരിലും തുടകൾ കൂട്ടിമുട്ടാം. ഭൂരിഭാഗം സ്ത്രീകളിലാണ് തുടകൾ കൂട്ടിമുട്ടുന്നത്. കാരണം പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളാണ് കേരളത്തിൽ വണ്ണം കൂടിയുള്ളവർ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ദഹന ആഗീരണ വിസർജന പ്രക്രിയയുടെ താളം തെറ്റൽ കൊണ്ട് എന്ത് സംഭവിക്കണം? ഇത് താളം തെറ്റുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് വർദ്ധിക്കുന്നതായിട്ട് അനുഭവപ്പെടും. ഉള്ളിലെ ചൂട് ഭയങ്കരമായിട്ട് കൂടിയതായിട്ട് അനുഭവപ്പെടും. ഈ ദഹന വിസർജന പ്രക്രിയ ശരീരത്തിന് അനുകൂലമാക്കാനായിട്ട്, നമ്മൾ നല്ലതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചൂട് കൂട്ടുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇത് നേരാവണ്ണം കൃത്യതയോടെ പോകാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു കോൺസ്റ്റിപ്പേഷനിലേക്ക് പോകും. അല്ലാത്തവർ, കോൺസ്റ്റിപ്പേഷൻ എത്താത്തവർ ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകുന്ന അവസ്ഥയിലേക്ക് വരും. കാലത്ത് ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകണം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ ടോയ്ലറ്റിൽ പോകേണ്ടി വരും. വൈകിട്ട് ഭക്ഷണം കഴിച്ചാലും അങ്ങനെ തന്നെ അവർക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ആ ഫീലിംഗ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സ്ലോലി അവർ കോൺസ്റ്റിപ്പേഷനിൽ നിന്ന ഭാഗത്തേക്ക് പോകും. കോൺസ്റ്റിപ്പേഷനിലെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ 1, 2, 3 ദിവസത്തിന് ശേഷമായിരിക്കും അവർക്ക് കൃത്യമായിട്ട് ടോയ്ലറ്റിൽ പോകണം. ആ ടോയ്ലറ്റിൽ പോകുമ്പോൾ തന്നെ അവർക്ക് പോകേണ്ട ക്വാണ്ടിറ്റി ഒരിക്കലും പോവില്ല, വളരെ കുറവായിരിക്കും പോണേ. കാരണം ഇത് ഡ്രൈ ആയിട്ടുണ്ടാവും, ചിലരുടെ നല്ല ടൈറ്റായിട്ട് ആയിരിക്കും പോണേ. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. അവരിൽ ശരീരത്തിന് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കൂടി ശരീരം അബ്സോർവ് ചെയ്തിട്ടുണ്ടാവും. അവരിൽ സാധാരണഗതിയിൽ കാലക്രമേണ കാലാനുസൃതമായിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവനുസരിച്ച് ശരീരം വണ്ണം വയ്ക്കും. മലബന്ധമായിട്ട് വന്നിരിക്കുന്നവർക്ക് മിക്കവാറും അവരുടെ ആനസ് നമ്മുടെ ബട്ടക്സിൻ്റെ ഏതാണ്ട് ഒരു 2 ഇഞ്ച് മുതൽ 2.5 ഇഞ്ച് വരെ അല്ലെങ്കിൽ 3 ഇഞ്ച് വരെ അകത്താണ് ഇരിക്കേണ്ടത്. എന്നാൽ അവരുടെ ഈ മലം പുറത്തേക്ക് പോകാനുള്ള പ്രഷർ കൊടുക്കുന്നത് കൊണ്ട് അവരുടെ ഇങ്ങനെ ഇരിക്കേണ്ട ആനസിൻ്റെ പൊസിഷൻ ഈ ഉള്ളിൽ തന്നെ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഉള്ളിൽ തലേക്ക് പുറന്തള്ളപ്പെടുന്നു. അതായത് ആനസ് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കാലുകൾ തിരിയുന്നത്. അപ്പോൾ അതിന് നമ്മളെന്ത് ചെയ്യണം? അടിസ്ഥാന കാരണമായ നമ്മുടെ ദഹന ആഗീരണ വിസർജന പ്രക്രിയ മെച്ചപ്പെടുത്തണം. ആ ഒരു ചികിത്സയാണ് ഈ ഹെവൻലി മെഡിസിൻ്റെ പ്രത്യേകത. അത് ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുകയും നമ്മുടെ ദഹന വ്യവസ്ഥ മെച്ചപ്പെടുകയും നമ്മുടെ ആരോഗ്യ വ്യവസ്ഥ മെച്ചപ്പെടുകയും നമ്മുടെ ക്വാണ്ടിറ്റി, ഇന്ന് കേരളത്തിലെ ജനത 90% ആൾക്കാർ ഇരട്ടി ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ അളവിൽ തന്നെ കുറയുകയും അവരുടെ ക്ഷീണം മാറും, അവരുടെ ബോഡി സ്വെല്ലിങ് കുറയും, അവരുടെ പോസ്ചർ വളഞ്ഞത് കുറയും, അവരുടെ ഹോർമോൺ ബാലൻസ് ആവും, റെഡ് ബ്ലഡ് സെൽസ് കുറയണത് കൂടും,
ചില ജോയിൻറ്റുകൾ മടക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ നീർത്താൻ പറ്റാത്ത ജോയിൻസുകൾ നന്നാവും. ഇതൊക്കെയാണ് ഈ ചികിത്സയുടെ ഗുണം. ഇതിന് അടിസ്ഥാനപരമായിട്ട് മറ്റു മരുന്നുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, വയറിളക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിന് എനിമ കൊടുത്താൽ കുറേ പേരിൽ ഇത് വളരെ മെച്ചം കാണും. കാരണം അവരുടെ വയറ് എംറ്റിയാവും, വയറ് പൂർണ്ണമായിട്ട് മലം പുറന്തള്ളാൻ സാധിക്കും. അപ്പം മലം പുറന്തള്ളപ്പെടുന്നത് കൊണ്ട് അവരിൽ കാലാനുസൃതമായിട്ട് തന്നെ ഈ ഹെൽത്ത് ബെനിഫിറ്റ്സുകൾ കാണാൻ പറ്റും. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഹെവൻലി മെഡിസിൻസായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഹെവൻലി മെഡിസിൻസ്.